ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ 32ാമത്തെ ദിവസത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. നമുക്ക് ലൈവ് തൊട്ട് എപ്പിസോഡ് വരെയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ മസ്താനീൻ്റെ മീനിങ് നോക്കുമായിരുന്നു. ചിയർഫുൾ എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇത്രയും ദിവസത്തെ ബിഗ് ബോസിൻ്റെ മസ്താനീൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് വല്ല അഴുക്കപ്പയൽ വല്ലതും അങ്ങനെ എന്തെങ്കിലും മീനിങ് ഉണ്ടോ എന്ന് ഞാൻ നോക്കുകയായിരുന്നു. എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരാളെ മുറിവേൽപ്പിക്കാൻ വേണ്ടി തന്നെ സംസാരിക്കുക, അതും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ. പിന്നെ കൂടാതെ അനുമോൾക്ക് ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാലേ തൂങ്ങി നടക്കുക, ഇതൊക്കെയാണ് മസ്താനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നൊക്കെ അപ്പാണി ശരത്തിനെ പറഞ്ഞത്, അപ്പാണി ശരത്ത് ഓൾറെഡി വൈഫിൽ നിന്ന് വിട്ട് നിൽക്കുകയാണ്, പുള്ളിക്കാരി പ്രഗ്നൻറ്റുമാണ്. അതൊക്കെ വെച്ചിട്ട് ഒരു കാര്യത്തെ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി വെസൽ ടീമാണ്. ഇവിടെ ആനേനെ മറിക്കുന്ന ജോലിയൊന്നും ബിഗ് ബോസിലില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ വെസൽ ടീമിൽ ആകെ കുറച്ച് പാത്രമുണ്ട്, അത് കഴുകി വെച്ചാൽ എന്താണ് പറ്റുക? ധാഷ്ട്യം അതാവാം. പോട്ടെ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. ക്യാപ്റ്റൻസി വൻ തോൽവിയായിരുന്നു. വൻ തോൽവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എജ്ജാതി തോൽവി. അതാണ് എനിക്ക് നിവിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതിന് ശേഷം വന്നത് വീണ്ടും കണ്ടൻറ്റ് അനുമോക്ക് വാരിക്കോരി കൊടുക്കുന്നു. ഈ അനുമോളുടെ PR വർക്കും അനുമോളെ താങ്ങി നടക്കാനും അനുമോളുടെ ക്ലാരിഫിക്കേഷനും കൊടുക്കാനും ഈ ആദില, നൂറ്, ശൈത്യൊക്കെ എന്തിനാണ് പോകുന്നത്? വെറുതെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ നടന്നത് പണിപ്പുര ടാസ്ക് ആണ്. പണിപ്പുര ടാസ്ക് വൈൽഡ് കാർഡ് എൻട്രീസ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. റിലേ പണിപ്പുരയായിരുന്നു. ഒരാൾ കയറിയിട്ട് സാധനം എടുത്തുകൊണ്ട് വെക്കുക, അടുത്ത ആൾ കയറുക എന്നുള്ളതായിരുന്നു. 30 സെക്കൻഡാണ് കിട്ടിയത്. ജിഷിൻ എടുത്തത് വേറെ ഒരാളുടെ മാറിപ്പോയി. അത് പ്രശ്നമില്ലാന്ന് ജിഷിൻ പറയുന്നുണ്ട്. പക്ഷേ ബാക്കി എല്ലാവരും ജിഷിനോട് പൊട്ടിത്തെറുകയായിരുന്നു. ജിഷിൻ അവിടെ സംയമനം പാലിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. 5 പേര് കയറി ഇറങ്ങി. ചെറിയൊരു പണിയാണ് കിട്ടിയത്. 2 പേര് വേറെ 2 പേരെ അനുകരിക്കുക എന്നതാണ് ടാസ്ക് കൊടുത്തത്. അതിനായിട്ട് സെലക്ട് ചെയ്തത് നമ്മുടെ ജിസേലിനെയും നമ്മുടെ ഒനീലിനെയാണ്. അവർ സെലക്ട് ചെയ്തത് ഒനീൽ ഷാനവാസിനെ ചെയ്യാമെന്നും പിന്നെ ജിസൈൽ നമ്മുടെ അനുമോളെ ചെയ്യാമെന്നുമാണ്. ജസ്റ്റ് അനുകരിക്കാം ഇൻ ദ സെൻസ് അന്നത്തെ ദിവസം അവർ ചെയ്യുന്ന കാര്യങ്ങൾ അനുകരിക്കാമെന്നാണ്. ഇവർ വിചാരിച്ചത് വേറെ മട്ടായിരുന്നു. അത് നേരെ പണി പാളി ജിസൈലിന് തന്നെ പണി കിട്ടുകയും ചെയ്തു. അത് അനുമോള് നന്നായി എൻജോയ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലും കാണാം, നമ്മുടെ ലൈവിലും കാണാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അനീഷ് സീറ്റിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. അതും വെച്ചിട്ട് നിങ്ങൾ വോട്ട് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് പേഴ്സണലി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്വാളിറ്റി ഉണ്ട് ഒരു വിന്നർക്ക്. പുള്ളി ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത് അല്പത്തരം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ എന്തെങ്കിലും വിപരീത അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുശേഷം ബാത്റൂം ടീമിൻ്റെ വകയുള്ള ഇഷ്യൂ ആയിരുന്നു. അതും ജിഷിൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഡ്രസ്സായ നമ്മുടെ ആര്യൻ്റെ പുതിയ ഡ്രസ്സ്, വൈറ്റ് ഡ്രസ്സ് നേരെ നിലത്തേക്ക് ഇടുന്നു. അതും ബാത്റൂമിൻ്റെ അവിടെയുള്ള അവിടെ കൊണ്ടിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അത് ബിഗ് ബോസ് വിളിച്ചപ്പോഴാണ് അവിടെ വെച്ചിട്ട് അവൻ അങ്ങോട്ട് വന്നത് എന്നൊക്കെ ആര്യം പറയുന്നു. ലക്ഷ്മി ഇത് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നിട്ടും ആരും വന്ന് എടുത്തില്ല എന്ന് പറയുന്നു. അതിനെ ചൊല്ലി ഒരു കോലാഹലം. അതിനുശേഷം ആര്യൻ ലക്ഷ്മിയുടെ ഡ്രസ്സ് പുറത്തേക്ക് വലിച്ചെറിയുന്നു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തുനിന്ന് ആരുടെയും പക്ഷം പിടിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. സോ അത് അടി ഇടി വെടി പുകയായിട്ട് പോയി. പിന്നെ നടന്നത് വീക്കിലി ടാസ്ക് ആണ്. ക്യാപ്റ്റന്മാർ നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങണമായിരുന്നു. അതാണ് ബിഗ് ബോസ് കൊടുത്ത പണി. അത് നൂറയും നമ്മുടെ ഒനിയിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആ ടാസ്ക്. നമ്മുടെ ആദിലയാണെങ്കിലും നൂറാണെങ്കിലും അവരുടെ ടീമാണ് ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. നാളെയാണ് ഫൈനൽ. അതെങ്ങനെയാണെന്ന് കണ്ടറിയാം. പിന്നെ ഇന്ന് എപ്പിസോഡിൽ കാണിച്ച വിഷ്വൽസ് ആണ്. രാത്രി നമ്മുടെ അപ്പാണിയും അക്ബറും ഒക്കെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ അവിടെ പ്ലേറ്റ് ഇല്ല, കഴുകി വെച്ചതില്ല. അപ്പം വെസൽ ടീമിനോട് ചോദിക്കുമ്പോൾ വെസൽ ടീം പറയുന്നുണ്ട് അവരവരുടെ പ്ലേറ്റ് അവരവർ കഴിച്ചു വെക്കണം, അല്ലെങ്കിൽ നമുക്കത് നോക്കാനൊന്നും പറ്റില്ല എന്ന്. പിന്നെ എന്തിനാണ് വെസൽ ടീം? 24 മണിക്കൂറുണ്ട് ഒരു ദിവസം. അവരുടെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരമാണ്. ഇതൊരു വീടാണ്. അപ്പോൾ ഇതെൻ്റെ വീടല്ല എന്നൊക്കെയാണ് മസ്താനി പറയുന്നത്. എന്തൊരു ധാഷ്ട്യമാണിത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഉടനടി പെട്ടിയും കിടക്കെ എടുത്തിട്ട് ലാലേട്ടൻ പറഞ്ഞയക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ധാഷ്ട്യത്തിനുള്ള മറുപടി ഇവർക്ക് വേണമെങ്കിൽ ഇന്ന് നല്ല രീതിയിൽ കൊടുക്കാമായിരുന്നു. അവളവിടെ കിടന്ന് ഉറങ്ങാൻ നോക്കുന്നുണ്ട്. ആ ബെഡിൽ കൊട്ടി വിളിച്ചെണീപ്പിച്ചിട്ട് ഇന്ന് എല്ലാവരുടെയും ഉറക്കം കളഞ്ഞിട്ട് നാളത്തെ ഓണപരിപാടി കുളമാകുമ്പോൾ ബിഗ് ബോസ് നേരിട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നേനെ. ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൻ്റെ ഭാഗത്തുണ്ട് കുറേ മിസ്റ്റേക്സ്. കാര്യം ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞിട്ട് ഒരാക്ഷൻ എടുക്കാതിരിക്കുന്ന ഒരു ബിഗ് ബോസിനെയാണ് ഇപ്രാവശ്യം കാണാൻ ഇടയായത്. ഇനി ഇന്നത്തെ ദിവസത്തെ ബേസ് ചെയ്തിട്ടല്ല, ഇനി മുന്നോട്ട് പോകാൻ ഒരു പ്ലാൻ ഉള്ളത് എന്ന് എനിക്ക് ആ വീട്ടിൽ കാണാനിടയായത്. കൂടെ ഉള്ളവരെ കുത്തിയിട്ടാണെങ്കിൽ അനുമോൾ മുന്നോട്ട് പോകണം എന്നൊരു പ്ലാനുണ്ട്. പിന്നെ അഭിലാഷനോട്, വേറെ ആർക്കും ഇല്ല. ആദില, നൂറയൊക്കെ ഇപ്പം ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ടാസ്കിൻ്റെ അകത്ത്, നമ്മുടെ വീക്കിലി ടാസ്കിൻ്റെ അകത്ത്. പക്ഷെ അവർക്കൊന്നും എന്ത് ചെയ്യണം, എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നൊന്നും കാണുന്നില്ല. ലൈവിലാണെങ്കിലും ശരി, എപ്പിസോഡിലാണെങ്കിലും ശരി.